ചിരിച്ചിട്ട് പോവില്ല ചേട്ടാ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറാട്ടണ്ണൻ ആൻഡ് ഉല്ലാസ് പന്തളം, ഈ രണ്ട് പേരുകളും നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള രണ്ട് പേരുകളായിരിക്കും. ഒരാൾ കോമാളിത്തരം കാണിച്ച് ഒരുപാട് നമ്മളെ ചിരിപ്പിച്ച ഒരു വ്യക്തി, ഒരാൾ നല്ല നല്ല കോമഡികൾ കാണിച്ച് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച വ്യക്തികളുമാണ്. കഴിഞ്ഞ ദിവസം ഉല്ലാസ് പന്തളവും ലക്ഷ്മി നക്ഷത്രയും ഒരു ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ ഇനാഗുറേഷൻ ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ഉല്ലാസ് പന്തളത്തിനെ കണ്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടവരെല്ലാം ഞെട്ടി. ഇദ്ദേഹത്തിന് എന്ത് പറ്റി എന്നുള്ള ഒരു രീതിയിലായിപ്പോയി. ഓൺലൈൻ വീഡിയോസിൽ വന്ന് ആ ഒരു വീഡിയോ ഞാനൊന്ന് വെക്കാം. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അസുഖം ഉള്ള വിവരം ആർക്കും അറിയത്തില്ല, സത്യമായിട്ടും അറിയില്ല. നമ്മുടെ ആർട്ടിസ്റ്റുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇനിയിപ്പോൾ ഇത് വെളിയിൽ പോകുമ്പോൾ മാത്രമേ എല്ലാവരും അറിയത്തുള്ളൂ. പെട്ടെന്ന് ഒരുപാട് പ്രാർത്ഥന ചേട്ടന് കിട്ടട്ടെ, എത്രയും പെട്ടെന്ന് റിക്കവറായി. അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നിട്ട് എനിക്കൊന്ന് ഒരു കൈയും കാലും തളർന്നു പോയിട്ടുണ്ട്. ഈ ഭാഗം കോടിയിട്ടുണ്ട്. പ്രോപ്പറായിട്ട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച ഒരു കലാകാരനാണ്. അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ സത്യത്തിൽ കണ്ട ഭയങ്കര വിഷമമായി പോയി. ഞങ്ങളുടെ ഇന്ദ്രജിത്താണ്. ചെല്ലു ചെല്ലു ഉല്ലാസേട്ടാ, ചിരിച്ചിട്ട് പോവില്ല ചേട്ടാ. ഇതാണ് പുള്ളിയുടെ കറണ്ട് അവസ്ഥ. ഇതിവിടെ കാണിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെയുള്ള മനുഷ്യന് വേണ്ടി അവരെ സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ മരിച്ചുപോയ കലാകാരന്റെ പേരിൽ ഇപ്പം ബാർ ഡാൻസ് കളിച്ച് നടക്കുന്ന രണാസുനെ പോലുള്ള ഉളുപ്പില്ലാത്ത ജന്മങ്ങളെ ഒന്നുമല്ല സപ്പോർട്ട് ചെയ്യുക. ഇദ്ദേഹത്തിനെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ആറാട്ടണ്ണൻ, ഇവരെ ആറാട്ടണ്ണെന്ന് വിളിക്കാൻ പറ്റില്ല, കെ ചേർത്ത് കൂട്ടി വിളിക്കണം. അണ്ണന്റെ എ മാറ്റിയിട്ട് കെയും യുവും കൂടെ ചേർത്തിട്ട് വിളിക്കണം, എന്നാലേ കറക്റ്റ് ആവത്തുള്ളൂ. ഈ ആറാട്ട് നാറിയുടെ ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു. എനിക്ക് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ അടിയിൽ ആളുകൾ ഭയങ്കര സപ്പോർട്ട്. ഇവനെ വിശ്വസിക്കരുത്, ഡൈപ്പാണെന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ അതിൻ്റെ അടിയിൽ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആറാട്ടണ്ണൻ അങ്ങനെ ഒരു കാര്യം വന്ന് പറഞ്ഞ സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്ത് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന ഒരുപാട് മനുഷ്യർ ആ ഒരു കമന്റ് ബോക്സിൽ കണ്ടു. ഞാൻ ആ ഒരു വീഡിയോ ഒന്ന് വെക്കാവേ. എനിക്ക് മൾട്ടിമൈലോമ ക്യാൻസർ ആണ്, ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ല, അല്ലാതെ എനിക്കത് പ്രാർത്ഥിക്കാം. മൾട്ടിമൈലോമ ക്യാൻസർ ആണ് എനിക്ക്, അതിന് ട്രീറ്റ്മെന്റ് ഇല്ല, എല്ലാവരും എനിക്ക് പ്രാർത്ഥിക്കുക. അവന് മൾട്ടിമൈലോമ ക്യാൻസർ ആണ്, ട്രീറ്റ്മെന്റ് ഇല്ല, വേണ്ടി പ്രാർത്ഥിക്കുക. ഇതും പറഞ്ഞിട്ട് ഇവൻ ഫേസ്ബുക്കിൽ അങ്ങ് പോസ്റ്റ് ഇട്ട് തകർക്കുകയാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഓരോരുത്തരുടെ അടുത്ത് മാപ്പ് പറഞ്ഞു. എന്താ പറയുക, ഒമർ ലുവിൻ്റെ അടുത്ത് മാപ്പ് പറയുന്നു. അങ്ങനെ ഇയാള് അവരാധിച്ച എല്ലാവരുടെ അടുത്തും മാപ്പ് പറഞ്ഞ് ഞാൻ മരിക്കാൻ പോവാണ്, ഞാൻ നാളെ മരിക്കാൻ പോവാന്നുള്ള രീതിയിലാണ് പോസ്റ്റ് ഇട്ട് തകർക്കുന്നത്. എന്നിട്ട് ഈ നാറി ഇന്ന് വന്നിട്ട് പറയാണ് അവന് ഈ ക്യാൻസർ ഇല്ല, ഡോക്ടറിന് അബദ്ധം പറ്റിയതാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എന്റെ ഡോക്ടറിനെ പറ്റി അബദ്ധമാണ്. അവന്റെ ഡോക്ടറിന് പറ്റിയ അബദ്ധമാണ്. എടാ നാണം ഇല്ലാത്ത നാറിച്ചേറ്റ പട്ടി. ക്യാൻസർ ഇല്ലെന്ന് അറിഞ്ഞതിൽ സന്തോഷം, പക്ഷേ നാട്ടുകാരെ ഇവരെ ഞാൻ അടുപ്പിക്കുന്ന പരിപാടി കാണിക്കില്ല. നാളെ നിനക്ക് നീ ശരിക്കും ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും ഇനി ആളുകൾ ചിരിക്കത്തേ ഉള്ളൂ, നന്നായെന്നേ പറയത്തുള്ളൂ. ഇവൻ മറ്റേ അലിൻ ജോസ് പെരേര, ഇവനൊന്നും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ജന്തുക്കളാണ്, കോമാളികളാണ്, സർട്ടിഫൈഡ് കോമാളികൾ എന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ടും ഇവന് ക്യാൻസർ ആണ് എന്ന് അറിഞ്ഞ സമയത്ത് ആളുകൾ വളരെ ജെനുവിനായിട്ട് എത്രയും പെട്ടെന്ന് ഭേദമാകട്ടെ എന്ന് പറഞ്ഞ് കമന്റുമായിട്ട് ഒക്കെ വന്നു. ഇവൻ പറയുന്നുണ്ട് സാന്ദ്ര തോമസ് വരെ വിളിച്ച് അന്വേഷിച്ചു വന്ന്. എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്? ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഡോക്ടറിന് അബദ്ധം പറ്റിയതാണോ? റീച്ചിന് വേണ്ടിയിട്ട് ഒരുമാതിരി ഇങ്ങനെ തൊട്ടി പരിപാടി കാണിക്കരുത്. നീ എന്തൊക്കെയോ കോമാളിത്തരം കാണിച്ചോ, അതല്ല നമ്മൾ കേട്ട് അക്സെപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ നാല് തെറിയും വിളിച്ച് അത് അതിന്റെ വഴിക്കൂടെ അങ്ങ് വിടും. പക്ഷെ ഈ മാതിരി വർത്താനം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ചീപ്പായിട്ടുള്ള, ചീപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും ഇനി ചീപ്പ് വേറെ ഇല്ല. ഇതെല്ലാം വേറെ നീ മറ്റേ ചത്തുപോയെന്നും പറഞ്ഞിട്ട് മറ്റേ ചരമക്കോള
പടത്തിൽ കൊടുക്കുന്നതായിരുന്നു. ഇതിനേക്കാളും ഭേദം അതായിരുന്നു. മറ്റേ ചാർലിക്കകത്ത് ദുൽഖർ ചെയ്യുന്ന പരിപാടി അത് കൊടുക്കും. ഞാൻ വേണേ പറയാൻ പറ്റും, നാളെ ഇവന്റെ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ ആയിട്ട് കൊടുക്കും, ആറാട്ടെണ്ണൻ നിര്യാതനായെന്നും പറഞ്ഞു. നിഗമനം തെറ്റിപ്പോയതാണ്. എന്തിന്റെ എന്റെ ഡോക്ടറിന്റെ ഡയഗ്നോസിസ് തെറ്റിപ്പോയതാണ്. പ്രശ്നമൊന്നുമില്ലേ? പ്രശ്നമൊന്നുമില്ല. അപ്പൊ എന്താ ആക്ച്വലി എന്താ സംഭവിച്ചത്? അത് എന്റെ ഡോക്ടറിന് അബദ്ധം പറ്റിയതാണ്. എങ്ങനെ, എന്താ അബദ്ധം? ഏത് ഡോക്ടറാണ് ക്യാൻസർ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ക്യാൻസർ ആണെന്ന് അബദ്ധം തെറ്റി പറയുന്നത്? ഏത് ഡോക്ടറാണ്? ഇവൻ ലോകുടായ്പത്രമാണ്, ഇവൻ വെറും കള്ളനാണ്. ഈ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവന്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ റീച്ച് കുറയുമെന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ ആളുകൾ ഇവനെ പഴയപോലെ മൈൻഡ് ചെയ്യുന്നില്ലെന്ന് പറയുമ്പോഴത്തേക്ക് ഏതെങ്കിലും ഒരു അപരാധം പറഞ്ഞുകൊണ്ട് വരും, ഏതെങ്കിലും ഒരു തന്തയില്ലായ്മ പറഞ്ഞുകൊണ്ട് വരും, എന്നിട്ട് റീച്ച് ഉണ്ടാക്കും. ഇതിപ്പം ചർച്ചയായി. ഇപ്പൊ ആറാട്ടെന്ന് അടിക്കുമ്പോൾ തന്നെ ആറാട്ടെണ്ണൻ ക്യാൻസർ എന്നാണ് ഗൂഗിളിനകത്ത് സെർച്ച് വരുന്നത്. അത്രത്തോളം ആളുകൾ ആറാട്ടെണ്ണൻ ക്യാൻസർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞെട്ടി. അണ്ണന് വേണ്ടി പോസ്റ്റ് ഇടുന്നു, അണ്ണന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ മണ്ടന്മാരാക്കിയത് ആറാട്ട് നാറി. പുള്ളി ഡയഗ്നൈസ് ചെയ്ത് ശരിയായില്ല. ഓ, അതാണല്ലേ. ഞാൻ ഇതിനെ കുറിച്ച് മോശം രീതിയാണ്, സോറി. ഇവന് പ്രാന്താണ്, ഇവന് മുഴുവട്ടം കണ്ടാണ് ഈ കഴുപ്പണം കെട്ട നാരിക്ക് എന്തോ മൂത്തിരിക്കുകയാണ് ഇവന്. പെണ്ണ് കിട്ടാതെ ഭ്രാന്താരം കണ്ടാണ്. കളയാം. അല്ല, ഏത് ഹോസ്പിറ്റലാ പോയത്? അത് ഡീറ്റെയിൽസ് പറയാൻ പറ്റില്ല, കാരണം എനിക്ക് ഓൾറെഡി ഒരു കേസിൽ ജാമ്യം കിട്ടിയിരിക്കുകയാണല്ലോ. അതൊക്കെ ജാമ്യത്തെ ബാധിക്കും. ഞാൻ ഹോസ്പിറ്റലിന്റെ പേര് പറഞ്ഞാൽ എങ്ങനെയാടാ ജാമ്യത്തെ ബാധിക്കുന്നത്? അതുമായിട്ട് എന്ത് ബന്ധമാണുള്ളത്? മെഴുകണമല്ലോ, എന്തേലും പറഞ്ഞ് മെഴുകണമല്ലോ. പോസ്റ്റ് ഡിലീറ്റ് കളയാം. അത് കുഴപ്പമില്ല. അപ്പൊ അണ്ണൻ ഓക്കെ അല്ലേ? ഹെൽത്ത് ഇഷ്യൂസ് കുഴപ്പമൊന്നുമില്ല. ഓക്കെ, എന്നൊരു ഉമ്മതാ. ഉമ്മ കണ്ടുകഴിഞ്ഞപ്പോ ചുവറ്റിലോട്ട് പിടിച്ച് ചേർത്ത് രണ്ടും കൊടുക്കണം, രണ്ട് ഉമ്മ അങ്ങോട്ട് പന്ന ആറാട്ട്. എത്ര നാളിങ്ങനെ ആളുകളെ ഊപ്പിച്ച് ജീവിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനിട്ട് ഒന്ന് രണ്ട് പോസ്റ്റ് ഞാൻ കാണിക്കാം. ഇനി കൂടി വന്നാൽ 2 മാസം അതിനപ്പുറം ഞാൻ ജീവിക്കില്ല. എന്റെ അമ്മയെ പെങ്ങൾമാർ നോക്കിക്കോളും, അവർ ആഗ്രഹിച്ച പോലെ എന്റെ സ്വത്തുക്കൾ അവർക്ക് കിട്ടും. ഫ്രം സന്തോഷ് വർക്കി. 2 മാസം ജീവിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഐ എം ഡയഗ്നോസ്ഡ് വിത്ത് സ്റ്റേജ് 1 മൾട്ടിപ്പിൾ മൈലോമ ആയിരിക്കുമല്ലോ, മൾട്ടിപ്പിൾ പറയുന്നില്ല. നോ ക്യൂർ, മേ ലീവ് ഫോർ സം ഇയേഴ്സ്. ഇപ്പൊ കുറച്ച് വർഷങ്ങൾ ചിലപ്പോൾ ജീവിക്കും എന്നായി. അത് കഴിഞ്ഞിട്ട് 1-2 വർഷം ജീവിക്കുമായിരിക്കും. ഫ്രം ആറാട്ടെണ്ണൻ. അങ്ങ് സഹതാപം ഒഴുക്കാനുള്ള അണ്ണന്റെ തരങ്ങളാ ഇതെല്ലാം കൂടെ, മനസ്സിലായോ? അപ്പൊ ആളുകൾ വന്നിട്ട് റിപ്പോർട്ട് ചോദിക്കാതെ ഇവനെ വിശ്വസിക്കാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ റിപ്പോർട്ട് ചോദിച്ച സമയത്ത് അടുത്ത ഇട്ട പോസ്റ്റ് ആണ്, എനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ല, റിസൾട്ട് പോസിറ്റീവ് ആണെന്ന് മാത്രമേ അറിഞ്ഞുള്ളൂ. ഫ്രം ആറാട്ടെണ്ണൻ. എന്റെ ഫാമിലി ഡോക്ടറാണ് അറിയിച്ചത്, എന്റെ സിസ്റ്റർ അമേരിക്കയിൽ ഡോക്ടറാണ്. ഫ്രം ആറാട്ട് മൊണ്ണ. അപ്പൊ റിസൾട്ട് പോലും കൈ കിട്ടാതെ ഡോക്ടർ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ഓട്ടാനെ ഫേസ്ബുക്ക് എടുക്കുക, പോസ്റ്റ് ഇടുക, അങ്ങോട്ട് പോസ്റ്റ് ഇടൽ ചടങ്ങ് തുടങ്ങി. എനിക്ക് ക്യാൻസർ ആണ്, എനിക്ക് മൾട്ടിമൈലോമ. ഇവന് മൾട്ടിമൈലോമയുണ്ട്, മൾട്ടിമൈലോമ എങ്ങാണ്ടാ അവന് ക്യാൻസർ വന്നേക്കുന്നത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡാഡി ക്യാൻസർ വല്ലതും ആയിരിക്കും. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഇവൻ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു റീച്ച് ഉണ്ടാക്കുക, ഒരു നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി. നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുന്നത് ഇവനൊരു പുത്തരിയല്ല, തെറിവിളി കേൾക്കുന്നത് ഇവനൊരു പുത്തരിയല്ല. അപ്പോ ഏത് മുഖേനയും തന്തയെ തല്ലിയിട്ടാണെങ്കിൽ ഇവൻ റീച്ച് ഉണ്ടാക്കാൻ ഏത് തൊട്ടി പരിപാടിയും ഏത് തറ പരിപാടിയും കാണിക്കാൻ കഴിവുള്ള ഒരുത്തനാണെന്ന് ഓൾറെഡി പ്രൂവ് ചെയ്ത ഒരുത്തനാണ്. അപ്പൊ പിന്നെ ഇവനിൽ നിന്ന് നമുക്കിതൊക്കെ പ്രതീക്ഷിക്കാം. പക്ഷെ ഒരു നിമിഷം ഇവന് ക്യാൻസർ ആണെന്ന് പറഞ്ഞ സമയത്ത് നമ്മൾ അതൊക്കെ വിശ്വസിച്ചു. എന്റെ പൊന്ന ആറാട്ട് അണ്ണ, അറം പറ്റുന്നത് പറയില്ല, നാളെ അത് വരും, നീ അത് സൂക്ഷിച്ചോ. ഇവൻ ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞതിന് ശേഷം ഫേസ്ബുക്കിൽ ഇട്ട പോസ്റ്റ് എന്ന് കാണിക്കാം. തുരുതുരാ പോസ്റ്റ് ആണ്, എനിക്ക് ക്യാൻസർ ആണ്, ഫ്രം ആറാട്ടാണ്, എനിക്ക് മൾട്ടിപ്പിൾ ഡാഡി ചറ പറയുന്നുണ്ടില്ലേ. സത്യസന്ധമായ റിവ്യൂ പറഞ്ഞതിന്റെ പേരിൽ എന്റെ പേരിൽ കള്ളക്കേസുകളുണ്ട്, ആരോടും എനിക്ക് പരിഭവമില്ല, ഫ്രം ആറാട്ടണ്ണൻ. ഓരോ ആളുകളും എന്നെ കളിയാക്കിയപ്പോൾ എന്റെ മനസ്സ് വേദനിച്ചു, പക്ഷെ ആരോടും വൈരാഗ്യമില്ല. അപ്പൻ മരിച്ചു കഴിഞ്ഞു 3 വർഷം ഞാൻ എൻ്റെ അമ്മയെ നോക്കി, കുടുംബത്തിലെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ചെയ്തു, PhD ചെയ്തു, സത്യസന്ധമായ റിവ്യൂ കൊടുക്കുകയും ചെയ്തു. ഫ്രം സന്തോഷ് വർക്കി. ഞാൻ ക്രഷ് ആണെന്ന് പറഞ്ഞ എല്ലാവരോടും ഞാൻ സോറി പറയുന്നു. അവരൊക്കെ ഇന്നലെ പടക്കം പൊട്ടിച്ചാണ്, നിന്റെ ശല്യം ഇനി ഇല്ലെന്ന് വിചാരിച്ചിട്ട്. ഇനി എനിക്ക് എഴുതാൻ വയ്യ, ആരോഗ്യം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് എഴുതി കൂട്ടിയേക്കുന്നേ കണ്ടില്ലേ. ഇനി എന്റെ സ്ഥാനം അലിൻ ജോസ് പെരേരയ്ക്ക്. ഫ്രം ആറാട്ടെണ്ണ. അതിന് നിനക്ക് ഇവിടെ എന്ത് സ്ഥാനമാണ്? കോമാളി സ്ഥാനമായിരിക്കും. അതായിരിക്കും അത്. കേരളത്തിലെ മെയിൻ കോമാളികളാണല്ലോ ഈ ആറാട്ട് നാറിയും മറ്റേ അലിൻ ജോസ് നാറിയും. ഈ 2 നാറികളെ ഇവിടുന്ന് ബാൻ ചെയ്യണം, അല്ലെങ്കിൽ ഇവരെ ഡീപ്പോർട്ട് ചെയ്യണം. എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് റീച്ച് കിട്ടാനുള്ള ഗതികേട് എനിക്ക് വന്നിട്ടില്ല. പിന്നെ എന്തുവാടാ, പിന്നെ എന്തുവാ നീ കാണിക്കുന്നേ? നീ കുറെ പഠിച്ചതാണ് തൊലിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്, എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് പോലും കൈ കിട്ടാതെ ഡോക്ടർ വിളിച്ച് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ, നീ അതിന് ഏത് ലാബിലാണ് പോയി ടെസ്റ്റ് ചെയ്തത്? ഡോക്ടർ അവിടുന്ന് ഗണിച്ചറിഞ്ഞ സാധാരണ അല്ലെങ്കിൽ ക്യാൻസർ ആണെന്ന് ഒരാൾ ഫോണിൽ വിളിച്ചിട്ടാണോ പറയുന്നത് ക്യാൻസർ ആണെന്ന്? റിപ്പോർട്ട് പോലും കൈ കിട്ടാതെ അതിനു മുമ്പേ സാധനം അങ്ങ് പോസ്റ്റ് ഇടുക. വേറുകൂടായ്പ്. നിത്യാമേനോട് സോറി പറയുന്നു. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളെ മറക്കാൻ പറ്റിയില്ല, എന്റെ ഭാഗത്ത് നിന്ന് സിൻസിയറായ സ്നേഹമായിരുന്നു, ഓൾ ദ ബെസ്റ്റ്, നിങ്ങൾക്ക് എന്നേക്കാൾ നല്ല ലൈഫ് പാർട്ണറെ
പാർട്ട്ണറെ കിട്ടും, നിന്നേക്കാൾ നല്ല ലൈഫ് പാർട്ട്ണർ. ഇനി അവർ ഏതെങ്കിലും തൊട്ടിയെ പോയി കിട്ടിയാൽ അവർ നിന്നേക്കാളും നല്ലതായിരിക്കും. നിന്റെ അത്രയും ഒരു തറയെ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും സോഷ്യൽ മീഡിയ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ ക്ഷീണവും അസ്ഥിവേദനയും ഉണ്ട്, ബൈ, ഗുഡ് നൈറ്റ് ഫ്രം ആറാട്ടണ്ണൻ എന്ന് പറഞ്ഞിട്ട് അവൻ പിന്നെയും നാണ്ട കുത്തിയിരുന്ന് പോസ്റ്റ് ഇട്ടോണ്ടിരിക്കുകയാണ്. എന്നെ വെച്ച് കാശുണ്ടാക്കിയ നീലക്കുയിലൊന്നും വിളിക്കുക പോലും ചെയ്തില്ല. നാറി, നീലക്കുയിൽ വന്ന വഴി മറന്നവൻ ഒരിക്കലും നീലക്കുയിൽ ഗുണം പിടിക്കില്ല. ഇത്ര എല്ലാവരടുത്തും എനിക്ക് പരിഭവം ഇല്ല, ഒരു ദുഃഖവും ഇല്ല, മാങ്ങാണ്ടി ഇല്ലെന്ന് പറഞ്ഞിട്ട് നീലക്കുയിൽ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഒരിക്കലും ഗുണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ എന്തുവാടേ. എന്നിട്ട് അതിന്റെ മുകളിൽ വന്ന പോസ്റ്റാണ്, പലരും വിളിച്ചവർക്ക് നന്ദി, ബോൺ പെയിൻ കൂടുകയാണ്. മരിക്കാറായിരിക്കുക, ഈ ടൈപ്പ് ചെയ്യുമ്പോഴും ബോൺ പെയിൻ ഇങ്ങനെ കൂടി വരിക. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഡോക്ടർ വിളിച്ച് താങ്കൾക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ക്ഷീണം, ഭയങ്കര ബോൺ പെയിൻ ഇങ്ങനെ കൂടി വരികയാണ്. ബോൺ പെയിൻ കൂടി ഏറ്റവും അവസാനം വന്ന് അവൻ ചാവും, കുണ്ടി പൊട്ടി അവൻ ചാവും. സാന്ദ്ര തോമസ് എന്നെ വിളിച്ചിരുന്നു കുറച്ച് മുൻപ്, താങ്ക്സ് ഫോർ കൺസേൺ. എന്റെ പൊന്ന് സാന്ദ്ര തോമസ്, നിങ്ങൾക്കൊക്കെ എന്തിന്റെ കേടാണ്? ഇവനെയൊക്കെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പോയി കൊള്ളാവോ? അന്ന് ആ കമന്റ് ബോക്സിൽ പലരും പറഞ്ഞു ഇവൻ ലോക ഉടായ്പാണെന്ന്. എന്റെ അപ്പൻ മാത്രം എന്നെ സ്നേഹിച്ചിട്ടുണ്ട്. ആ മനുഷ്യൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ ജീവിതത്തിൽ പല നെഗറ്റീവ് സംഭവങ്ങളും ഉണ്ടാവുകയില്ലായിരുന്നു. അങ്ങേരൊന്ന് കണ്ണടച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപരാധം നമുക്ക് കാണേണ്ടി വരത്തില്ല. ഡോക്ടേഴ്സ് തെറ്റുപറ്റിയതിന് ഞാൻ തെറി കേൾക്കേണ്ട ആവശ്യം എന്താണ്? എടാ, ഡോക്ടർ തെറ്റുപറ്റിയെങ്കിൽ റിസൾട്ട് പോലും കൈ കിട്ടുന്നതിന് മുമ്പ് നീ എന്തിനാണ് ഈ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ വന്നിരുന്നിട്ട് എനിക്ക് ക്യാൻസർ ആണെന്ന് പറഞ്ഞ് പോസ്റ്റ് ഇട്ട് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ നോക്കിയത്? ഇതിനകത്ത് പെറ്റ് കിടന്ന് ഈ പോസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? ഏതെങ്കിലും ഡോക്ടർ ക്യാൻസർ ആണെന്ന് ഫോണിൽ വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഓടി വന്നിട്ട് ഇവിടാണോ പോസ്റ്റ് ഇടുന്നത്? എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ ഉടനെ ചത്തു, 2 മാസം ജീവിച്ചിരിക്കും, കുറച്ച് കഴിഞ്ഞിട്ട് പറയും ചിലപ്പോൾ 2 കൊല്ലം ജീവിച്ചിരിക്കും, എനിക്ക് നെഞ്ചുവേദന കൂടുന്നു, എനിക്ക് കാലുവേദന കൂടുന്നു, അവനെ മറിച്ചെടുത്ത വേദന കൂടുന്നു. എന്തോന്നടാ, എന്ത് ഡ്രാമയാടാ നീ? എനിക്ക് അസുഖമില്ലെന്ന് പറയുമ്പോൾ സന്തോഷിക്കുകയല്ലേ ചെയ്യേണ്ടത്? അയ്യോ, ഇത് നീ ചാവാൻ കിടന്നെന്ന് പറഞ്ഞാൽ ഇവിടെ പടക്കം പൊട്ടിച്ച ആൾക്കാർ ആഘോഷിക്കും. അത്രയ്ക്ക് വെറുപ്പിച്ചിട്ടുണ്ട് ആളുകളെ. അതിനുള്ള കേൾക്കുന്നുണ്ടല്ലോ, നല്ല തെറി ഇപ്പൊ കേൾക്കുന്നുണ്ട്. ആറാട്ട് നാറിക്ക് നല്ല തെറി ആൾക്കാരെ കേൾക്കുന്നുണ്ട്, നല്ല തെറി. അത് ഡിസർവിങ് ആണ്. ഞാൻ നേരത്തെ കാണിച്ച ഉല്ലാസ് പന്തളം, പുള്ളിയുടെ അവസ്ഥ കണ്ടില്ലേ? പുള്ളിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കും, ആ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യും. അല്ലാതെ ഇതുപോലുള്ള ഈ നാറിയെ ഒരു രീതിയിലും ഒരു കാലത്തും സപ്പോർട്ട് ചെയ്യും. ഇവന് വേണ്ടിയിട്ട് വെറുതെ പോലും പ്രാർത്ഥിക്കില്ല. ഇവന് മൾട്ടി മൈലോമ അല്ല, ഇവന് മൾട്ടി ലെഗിന്റെ ഇടയിൽ ക്യാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും പ്രാർത്ഥിച്ചേക്കില്ല. കൂടുതലൊന്നും പറയുന്നില്ല ഗൈസ്. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ശരി.